നമസ്കാരം. നമസ്തേ. ആൻഡമാൻ കടലിടുക്കിൽ ഇന്ത്യ എണ്ണ ഖനനം ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ. അപ്പം ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നുള്ള തരത്തിലും കേൾക്കുന്നുണ്ട്. അതല്ല ജെനുവിൻ ആണെന്നും കേൾക്കുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഇപ്പോൾ ഇത് സത്യമാണെങ്കിൽ തന്നെ ഇതുണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് ഇമ്പാക്റ്റ് എത്രത്തോളം വലുതായിരിക്കും? ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്, ഇന്ത്യയുടെ പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിന്റെ വിജയപുര 3 എന്ന എണ്ണക്കിണറിൽ നിന്നും നാച്ചുറൽ ഗ്യാസ്, പ്രകൃതി വാതകം വലിയ രീതിയിൽ കണ്ടെത്തിയതായിട്ട് വാർത്തയുണ്ട്. ഇത് പുറത്തുവിട്ടത് ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി തന്നെയാണ്. 2025 അദ്ദേഹം തന്നെ മറ്റൊരു വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം വിജയപുര 2 എന്ന ഇതേ കമ്പനിയുടെ ഓയിൽ ഇന്ത്യയുടെ മറ്റൊരു വെല്ലും വലിയ രീതിയിൽ എണ്ണയും പ്രകൃതിവാതവും കണ്ടെത്തിയതായിട്ട് അദ്ദേഹം വാർത്ത പുറത്തുവിട്ടിരുന്നു. മാത്രവുമല്ല, അദ്ദേഹം പറയുന്നത് ഇതുവരെ ഉള്ള പര്യവേഷണങ്ങളിൽ നിന്നും ആൻഡമാൻ കടലിടുക്കിൽ നമ്മൾ ഇതുവരെ ഒരു ലിമിറ്റഡ് പ്രദേശത്ത് നടത്തിയ പര്യവേഷണത്തിൽ നിന്ന് തന്നെ 12.6 ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ നിക്ഷേപം കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന അത്ര, അതായത് ഇപ്പോൾ പരിമിതമായ ഒരു ഏരിയയിൽ തന്നെ 12 ബില്യൺ ബാരൽ, മില്യൺ അല്ല ബില്യൺ ബാരൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് ആകെ തന്നെ എന്തായാലും അദ്ദേഹം കൃത്യമായ കണക്കൊന്നും പുറത്തു പറഞ്ഞില്ല. ഇന്ത്യയുടെ ആവശ്യങ്ങൾ, ഇന്ത്യക്ക് ഒരുപക്ഷെ എണ്ണയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുന്ന അത്ര എണ്ണ നിക്ഷേപം ഇവിടെ ഉണ്ടായെന്നുള്ള വലിയൊരു വാർത്ത അദ്ദേഹം 2025 പറഞ്ഞിരുന്നു. അത് പലരും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. അത് പലരും ഒരല്പം സംശയത്തോടു കൂടി, എന്താണ് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് ആണ് ആ വാർത്ത എടുത്തത്. കാരണം ഇന്ത്യ ഒരു ദിവസം ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഏതാണ്ട് 4 മില്യൺ ബാരൽ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു എണ്ണ ക്രൂഡ് ഓയിലിന് നമ്മൾ ലോകത്തിലെ ചില കണക്കുകൾ പറയുന്ന 2ാമത്തെ ഏറ്റവും വലിയ ഇറക്കുമതി ഇന്ത്യയാണെന്നാണ്. ആ 2ാമത്തെ ഏറ്റവും വലിയ ഉപഭോക്താവാണെന്ന് ചിലർ പറയുന്നു. 2ാമത്തെ ഏറ്റവും വലിയ ഇറക്കുമതി ഇന്ത്യയാണ്. എന്തായാലും ശരി, 2ാമത്തെയോ 3ാമത്തെയോ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ലോകത്തിലെ. അപ്പം അങ്ങനെയുള്ള നമ്മുടെ ഈ എണ്ണദാഹം എത്ര എണ്ണ കുടിച്ചാലും മാറില്ല. അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇത്. പല തലങ്ങളിൽ ഹാൻഡിൽ ചെയ്താലേ ഈ നമ്മുടെ എണ്ണയുടെ ഉപഭോഗം കുറയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് പല മേഖലകളിലും സോളാർ വൈദ്യുതി ഉപയോഗിക്കണം, അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നിടത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ, ഹൈഡ്രജൻ ഫ്യൂവല്, അതുപോലെ അതിൻ്റെ ഒരു ഭാഗമാണ് ഇഥനോളൊക്കെ. പിന്നെ തീർച്ചയായിട്ടും തദ്ദേശീയമായിട്ടുള്ള എണ്ണ ഖനനം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക. അങ്ങനെ പല തട്ടുകളിലൂടെ മാത്രമേ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ആൻഡമാൻ്റെ കാര്യത്തിൽ സർക്കാർ കണക്ക് പറയുന്ന അത് നമുക്ക് പെട്ടെന്ന് അവിശ്വസിക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഇത് കുഴിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ധാരണയും ആർക്കും വേണ്ട. കാരണം ഇത് എൻ്റെ ഒരു വിലയിരുത്തലിൽ ഇപ്പോൾ ഓയിൽ ഇന്ത്യ 3 വെല്ലുകൾ അവർ കുഴിച്ചവിടെ. ഇത് 15 കിലോമീറ്റർ കരയിൽ നിന്നും തീരത്ത്, അതായത് ആൻഡമാൻ ദ്വീപിൻ്റെ തീരത്ത് നിന്നും 15 കിലോമീറ്റർ മാറി എണ്ണ കണ്ടെത്തിയിരിക്കുന്ന ഈ വെല്ലിൻ്റെ ആഴം എന്ന് പറയുന്നത് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1900 മീറ്റർ താഴെയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അതൊക്കെ സാധാരണ ലോകത്ത് എവിടെയും അങ്ങനെ തന്നെയാണ്. ഈ 355 മീറ്റർ ആഴക്കടലിലാണ് ഈ ഡ്രില്ലിങ് നടത്തിയത്. ഇതൊന്നും കേട്ടിട്ട് ഇത് അപ്രായോഗികമാണെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം ഇങ്ങനെ തന്നെയാണ് ഓഫ് ഷോർ ഡ്രില്ലിങ് ലോകത്ത് എല്ലായിടവും നടക്കുന്നത്. ഇവിടുന്ന് ലഭിച്ച ഒരു പ്രത്യാശയുടെ ഒരു കാരണം, ഇവിടുന്ന് ലഭിച്ച പ്രകൃതിവാതകം അതിൻ്റെ സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഏതാണ്ട് 87% മീഥെയ്ൻ ഉൾപ്പെടുന്നു എന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഖത്തറാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പ്രകൃതിവാതകം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ലോകത്തെ ഏറ്റവും വലിയ ഉൽപ്പാദകരും അവർ തന്നെ. അപ്പോൾ അവിടുത്തെ പ്രകൃതി വാതകത്തിലെ മീഥെയ്ൻ്റെ അംശം എന്ന് പറയുന്നത്
85 തൊട്ട് 93% വരെയാണ്. അപ്പോൾ നമുക്ക് ഈ 87% മീഥേനുള്ള പ്രകൃതി വാതകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ക്വാളിറ്റി തന്നെയാണ്. അതായത് ഏറ്റവും മികച്ച ക്വാളിറ്റി പ്രകൃതി വാതകം തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് വളരെ പ്രതീക്ഷ ഉയർത്തുന്ന ഒരു കണ്ടെത്തലായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഈ സാമ്പിളൊക്കെ ഇനിയും അത് കളക്ട് ചെയ്തത് പിന്നെ ഇതിന്റെ കോമ്പോസിഷൻ ഒന്നുകൂടി അവർ ടെസ്റ്റ് ചെയ്യും, ഇതിന്റെ കലോറിഫിക് വാല്യൂ, എന്നിട്ടായിരിക്കും അവർ ഫൈനലി ഡ്രില്ലിങ്ങും മറ്റു കാര്യങ്ങളും തുടങ്ങുന്നത്. ഇത് പിന്നെ ഇന്ത്യൻ കമ്പനികളോടൊപ്പം ലോകത്തിലെ മറ്റ് പല കമ്പനികളും ഇവിടെ ചേർന്നിട്ടാണ് ഈ ഡ്രില്ലിംഗ് നടത്തുന്നത്. BP ഉണ്ട്, ബ്രിട്ടീഷ് പെട്രോളിയം, അതുപോലെ അമേരിക്കൻ കമ്പനിയായിട്ടുള്ള എക്സോൺ മൊബിലുണ്ട്, ഡച്ച് കമ്പനി ഷെല്ലുണ്ട്, പിന്നെ ഫ്രാൻസിന്റെ ടോട്ടൽ എനർജി ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ ഈ ഡ്രില്ലിങ്ങിന്റെ പിന്നെ ഇതിൽ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രില്ലിംഗ് പ്രവർത്തനത്തിൽ അവരൊക്കെ പങ്കെടുക്കുമ്പം സ്വാഭാവികമായിട്ടും ഒരു കള്ളവാർത്ത പുറത്തുവിടാൻ ഒരു മന്ത്രി തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെ വാർത്തയെ സംശയിക്കേണ്ട കാര്യമില്ല. വാർത്തയിൽ വസ്തുത ഉണ്ട്. പക്ഷേ ആ വാർത്ത കേട്ടിട്ട് നാളെ തൊട്ട് ആൻഡമാൻ ഗൾഫാവുമെന്ന് വിചാരിച്ചാൽ അത് മണ്ടത്തരമാണ്. അത് സ്വാഭാവികമായിട്ടും ഇത് കുറെ കൊല്ലങ്ങളെടുക്കും. 5 മുതൽ 10 കൊല്ലം വരെ എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനുള്ളിൽ ഇവിടുന്ന് പ്രകൃതിവാതക ഉൽപാദനം തീർച്ചയായിട്ടും ആരംഭിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ആൻഡമാൻ ബേസിനിൽ മുഴുവൻ തന്നെ എണ്ണ നിക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സെഡിമെന്ററി റോക്സ് ആണ് ഇവിടെ പലയിടത്തും കാണപ്പെടുന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് മ്യാൻമാർ തൊട്ട് ഇന്തോനേഷ്യ വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പിന്നെ ആൻഡമാൻ ബേസിൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കഴിഞ്ഞ കുറേ 1-2 കൊല്ലമായിട്ട് ഇന്ത്യ വലിയ തോതിൽ അവിടെ സൈനിക സാന്നിധ്യം, പ്രത്യേകിച്ച് നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. ഈ ആൻഡമാൻ ദ്വീപ സമൂഹത്തിലെ എണ്ണ അത് പല ആൾക്കാരെയും ആകർഷിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ കപ്പലുകൾ ബംഗാൾ ഉൾക്കടലിൽ നിരന്തരം റോന്തു ചുറ്റാൻ തുടങ്ങി. ചൈനീസ് കപ്പലുകളുടെ റിസർച്ച് വെഹിക്കിൾ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ചൈനയുടെ കപ്പലുകൾ ഈ പ്രദേശത്തൊക്കെ കറങ്ങി നടക്കുന്നു. നമ്മൾ വിചാരിക്കും ഇത് പലപ്പോഴും ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണം ട്രാക്ക് ചെയ്യാനായിട്ടാണ് ചൈനയുടെ കപ്പൽ എത്തുന്നത്. അത് മാത്രമല്ല, ഈ പിന്നെ അമേരിക്കയും ചൈനയും ഈ പ്രദേശത്തേക്ക് എത്തുന്നത് അവരുടെ റിസർച്ച് കപ്പലുകൾ, അതായത് ഏറ്റവും ആധുനിക റഡാറുകൾ ഘടിപ്പിച്ച കപ്പലുകൾ എത്തുന്നതിന്റെ കാരണം ഈ പ്രദേശത്തിന്റെ ഈ ഓഷ്യൻ ബെഡിലുള്ള ധാതു സമ്പത്ത് ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ക്രൂഡ് ഓയില്, പ്രകൃതിവാതകം. അതായത് ഇത് എങ്ങനെങ്കിലും ഇവിടെ ഒന്ന് ഇടിച്ചു കയറാൻ പറ്റുമോ, അതിനുള്ള പഴുതുകൾ എവിടെയുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ബേസിൻ എന്ന് പറയുന്നത് അതിന് പുറത്തേക്ക് വ്യാപിച്ചു കിടക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്തോനേഷ്യയുടെ ബേസിന് ഇത് എത്രമാത്രം ഉണ്ട്. അതുപോലെ അവരെ വലുതായിട്ട് ആകർഷിക്കുന്ന മ്യാൻമാറാണ്. ഈ ബംഗ്ലാദേശും മ്യാൻമാറും ഒക്കെ ഒരു ശേഷിയുമില്ലാത്ത, സൈനിക ശേഷിയുമില്ലാത്ത രാജ്യങ്ങളാണ്. അമേരിക്കയ്ക്ക് വെനിസ്വേല കീഴടക്കിയ പോലെ പോയിട്ട് ബംഗ്ലാദേശ് കീഴടക്കാം, വെനിസ്വേല കീഴടക്കിയത് പോയിട്ട് മ്യാൻമാർ കീഴടക്കാം. ഈ മ്യാൻമാറിലും ബംഗ്ലാദേശിലും ഒക്കെ രാഷ്ട്രീയ അസ്ഥിരത അമേരിക്ക കൊണ്ടുവരുന്നതും അമേരിക്കയ്ക്ക് അവിടെ ഒരു സൈനിക താവളം വേണമെന്ന് ഷെയ്ഖ് ഹസീനയോട് ആവശ്യപ്പെട്ടതുമൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും സൈനിക ലക്ഷ്യത്തിലാണ്. അമേരിക്ക എന്ന ഒരു രാജ്യം ഒരു പട്ടാളക്കാരനെ പോലും വേറൊരു സ്ഥലത്ത് കൊണ്ട് ഇറക്കണമെങ്കിൽ അതിനുള്ള റിട്ടേൺ അവിടുന്ന് കിട്ടണം. അതായത് ഈ പല രാജ്യങ്ങളുടെയും എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിൽ എണ്ണ കാണാം, പ്രകൃതിവാതകം കാണാം. ഇത് ഇവിടെ പോയിട്ട് സൈനികമായിട്ട് ഇടപെട്ടാൽ അവിടെ കുറച്ച് എക്സ്പെൻസ് ഉണ്ടായാലും അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം സ്വാഭാവികമായിട്ടും അവിടുന്ന് ഒരു റിട്ടേൺ ഉണ്ടാവുമല്ലോ. ഈ എണ്ണ പര്യവേഷണം ചെയ്ത് കിട്ടുമ്പോൾ ആ റേറ്റ് അമേരിക്കൻ കമ്പനികൾക്ക് അവർ ആവശ്യപ്പെടും. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, വെനിസ്വേലയെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വെനിസ്വേലയോട് പോലും ആലോചിക്കാതെ ഒരു പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാൽ ഇനി തൊട്ട് വെനിസ്വേലയുടെ എണ്ണ വ്യാപാരം അമേരിക്ക ആയിരിക്കും നിയന്ത്രിക്കുകയായിരുന്നു. വെനിസ്വേലയ്ക്ക് മറിച്ചൊന്നും പറയാൻ പറ്റിയില്ല. സൈനിക ശേഷി ഇല്ലാത്ത രാജ്യങ്ങൾക്ക് സമ്പത്ത് വന്നാൽ വലിയ പ്രതിസന്ധിയാണ്. അതോടുകൂടി അവരുടെ സുരക്ഷയും എല്ലാം നഷ്ടപ്പെടും. കാരണം പിന്നെ അമേരിക്കയുടെ ഇതായിരിക്കും അത്. ഇപ്പൊ ഗൾഫിന് തന്നെ നമുക്കറിയാം ഇറാഖിന് എന്ത് സംഭവിച്ചു, ഇപ്പൊ ഇറാൻ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ലിബിയക്ക് എന്ത് സംഭവിച്ചു, എല്ലാം ഈ സംഭവിച്ച അവിടെ എണ്ണയുണ്ടായിട്ടാണ്.
എണ്ണയില്ലായിരുന്നെങ്കിൽ അമേരിക്ക അവിടെ അങ്ങ് പോയി സദാം ഹുസൈൻ കൊല്ലപ്പെടത്തില്ലായിരുന്നു. എണ്ണയുടെ സമ്പത്തില്ലായിരുന്നെങ്കിൽ കേണൽ ഗദ്ദാഫി കൊല്ലപ്പെടത്തില്ലായിരുന്നു. അമേരിക്ക ജനാധിപത്യം എന്ന ഒരു പുകമറ സൃഷ്ടിച്ച് അവിടെയൊക്കെ ഇടപെട്ടത് അവിടെ ഈ എണ്ണ സമ്പത്തുണ്ട്. ആ എണ്ണ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അമേരിക്കൻ കമ്പനികൾ വഴി അമേരിക്കയ്ക്ക് അവസരം കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ വിജയപുരം 3 എന്ന കിണറിലെ എക്സ്പെഡീഷൻ്റെ റിസൾട്ടാണ് ഇന്നലെ മന്ത്രി പ്രഖ്യാപിച്ചത്. വരും ദിവസങ്ങളിൽ ഈ ഓയിൽ ഇന്ത്യ പോലെ തന്നെ പല കമ്പനികളും അവിടെ എക്സ്പ്ലോറേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും ആശാവഹമായ വിവരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ പുറത്ത് വിട്ടിരിക്കുന്നതും പുറത്ത് വിടാതെ വെച്ചിരിക്കുന്നതുമായ വിവരങ്ങളിൽ നിന്നും അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതായത് ഇന്ത്യയുടെ ഈ ആൻഡമാൻ ബേസിൻ ഒരു അക്ഷയപാത്രം തന്നെയാണ്. ഇത് നാഷണൽ ഡീപ്പ് വാട്ടർ എക്സ്പ്ലോറേഷൻ മിഷന് അതുപോലെ സമുദ്രമന്ഥൻ എന്ന 2 പ്രോജക്റ്റുകൾ പ്രധാനമന്ത്രി കഴിഞ്ഞ വർഷം 2025 അത് ലോഞ്ച് ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു പരിണത ഫലമായിട്ടാണ്, അതുപോലെ ന്യൂ എക്സ്പ്ലോറേഷൻ ലൈസൻസിങ് പ്രോജക്റ്റ്, അത് കാരണമാണ് വിദേശ കമ്പനികൾക്കൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുവരെ നമുക്കുണ്ടായിരുന്ന ഒരു പരിമിതി, നമ്മൾ പലപ്പോഴും ഈ മേഖലയിലേക്ക് അത്ര വലിയ മുതൽ മുടക്കാൻ തയ്യാറായി. വിദേശത്തൊക്കെ പലപ്പോഴും 30-35 എണ്ണക്കിണർ കുഴിക്കുമ്പോഴാണ് ഒരു കിണറിൽ എണ്ണ കാണുന്നത്. അതൊന്നും അത്ര വലിയ ചിലവായിട്ട് അവർ കാണുന്നില്ല. അതായത് പണം എറിഞ്ഞു വേണം പണം വാരേണ്ടത്. ആദ്യത്തെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഭീകരമാണ്. അതാണ് പല രാജ്യങ്ങളിലെയും ഇത്തരം എണ്ണ സമ്പത്തോ പ്രകൃതി അതുപോലെ ധാതു സമ്പത്തോ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം. പക്ഷേ ഇവിടെ ആ ഒരു മേഖലയിൽ വലിയ തുക നീക്കി വെച്ചുകൊണ്ട്, അതുപോലെ വിദേശ കമ്പനികളെയും ഇതിനകത്ത് പങ്കെടുക്കാൻ അനുവദിച്ചുകൊണ്ട്, കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ മേഖലയിലേക്ക് ഇന്ത്യ ചുവടുവെപ്പ് നടത്തി. എന്തായാലും വരും ദിവസങ്ങളിൽ ആൻഡമാൻ കടലിടുക്ക് വലിയ രീതിയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും സാന്നിധ്യമുള്ള സ്ഥലം തന്നെ ആയിരിക്കും. ഒരു ഏറ്റവും കുറഞ്ഞത് 5 വർഷമെങ്കിലും എടുക്കും. അതിനുശേഷം നിശ്ചയമായിട്ടും ഈ എണ്ണപ്പാടങ്ങളിൽ നിന്ന് ഖനനം തുടങ്ങും. ഏതാണ്ട് 2040 ശേഷം കൃത്യമായിട്ടും ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ മറിയാൻ പോവുകയാണ്. ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് ഉൾപ്പെടെയുള്ളത് ഇത്തരം ധാതു സമ്പത്ത് അവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആളില്ലാത്ത ദ്വീപ് അവിടെ കിടന്നാൽ ആരെങ്കിലും വന്ന് കയറി താമസിക്കും. ചൈന ഒരു സുപ്രഭാതത്തിൽ ഒരു 10 ദ്വീപ് പിടിച്ചെടുത്താൽ അവിടെ ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ നടക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.